ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ പാലറ്റ് ടൗണിൽ നിന്ന് വെർഡിയൻ സിറ്റിയിലോട്ട് വന്നിട്ടുണ്ട്. വെർഡിയൻ സിറ്റിയിൽ നമ്മൾ കണ്ട പോക്കിമോൺ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അങ്ങനെ പാലറ്റ് ടൗണിൽ നിന്ന് വെർഡിയൻ സിറ്റിയിൽ വരുന്ന വഴിയിലാണെങ്കിൽ നമ്മൾ ഒരു പിഡ്ജീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഷി കുറേ ആൾ ലെവൽ 2 ആണ്, കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ നമുക്കിനി പോവേണ്ടത് അടുത്ത ജിം ഉള്ള ഒരു സ്ഥലത്താണ്. ജിം പോയാൽ ജിം ബാറ്റിലൊക്കെ ചെയ്ത് നമുക്ക് ബാഡ്ജൊക്കെ കിട്ടത്തുള്ളൂ. സോ ഒരു ജിം കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു ഈ സിറ്റിയിലൊരു ജിം ഉണ്ടെന്ന്. ഇതാരെ പൂപ്പൻ വെൽനോ ഐ ഹാവ് ഹാഡ് കോഫി ആൻഡ് ദാറ്റ്സ് വാട്ട് ഈസ് ദാറ്റ് റെഡ് ബോക്സ് യു പോക്കിഡെക്സ് ആണോ വർക്ക്? പോക്കിഡെക്സ് തന്നെ. ലെറ്റ് മീ ഗിവ് വൺ ക്യാച്ച് എ പോക്കിമോൺ അപ്ഡേറ്റ്സ് ദാറ്റ് ഐ ഡോണ്ട് നോ ഹൗ ടു ക്യാച്ച് എ പോക്കിമോൺ. നമുക്ക് പോക്കിമോനെ പിടിക്കാൻ അറിഞ്ഞുകൂടാന്ന്, ഇയാൾ പിടിക്കാൻ പഠിപ്പിച്ചു തരുമെന്ന് അയാൾ പറയാം. എൻ്റെ അടുത്ത് പോക്കിമോൻ പിടിക്കാൻ അറിഞ്ഞുകൂടെന്ന്. ഇയാളൊക്കെ ഞാൻ എന്ത് ചെയ്യണം? സോ ഇതൊരു ട്യൂട്ടോറിയലാണ് അയാൾ കാണിക്കണത് എങ്ങനെ ഒരു പോക്കിമോനെ പിടിക്കണമെന്ന്. പക്ഷെ നമുക്ക് പോക്കിമോനെ പിടിക്കാൻ അറിയാം. പോക്കിമോനെ പിടിക്കാൻ അറിയണത് കൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ 2 പോക്കിമോൻ ഉള്ളത്, ഒരു ചാർമാൻഡർ, ഒരു പിഡ്ജി. അതുകൊണ്ട് ചെറുതായിട്ടൊന്നും കാണണ്ട ഞങ്ങൾ. ഓക്കെ, അയാൾ പോക്കിമോനെ പിടിപ്പിക്കാൻ വേണ്ടി ഒപ്റ്റൈൻ ദ ടീച്ചർ. ഓക്കെ, അയാൾ TV എന്തോ തന്നിട്ടുണ്ട്. വേറെ സംതിങ് യു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് അറിഞ്ഞുകൂടാത്ത വല്ലതും ഉണ്ടെങ്കിൽ ആ TV കാണാനെന്നാണ് പറയുന്നത്. TV കാണാൻ കളിക്കാൻ സമയമില്ല, അപ്പോഴാണ് TV കാണുന്നത്. ഫസ്റ്റ് ഫോക്കസ് ഓൺ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അതാ ഇരിക്കണം ഒരു ജിം. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു അപ്പാപ്പ. ഇയാളിനി എന്തോന്ന് പിടിക്കാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ദിസ് പോക്കിമോൺ ജിം ഇസ് ക്ലോസ്ഡ്. ഹൂ ഇസ് ദ ലീഡർ? അപ്പോൾ ഈ ജിം ക്ലോസ്ഡ് എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ജിമ്മിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒരു ബാഡ്ജ് കിട്ടാനുള്ള ഒരു വഴി അങ്ങ് പോയി. ഓക്കെ, നമ്മൾ റൂട്ട് 2 വന്നിട്ടുണ്ട്. എന്തോ സൈൻ ബോർഡിൽ പ്യൂട്ടർ സിറ്റി. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വഴി പോയാൽ നമുക്ക് നെക്സ്റ്റ് സിറ്റിയിലോട്ട് പോകാം, പ്യൂട്ടർ സിറ്റി. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ജിം ഉണ്ടാവും. മറ്റേ ഇതിൽ അവിടെ ഒരു ജിമ്മുണ്ട്. യെസ്, ആ ജിം ലീഡറിൻ്റെ പേരെന്തോന്നു, ബ്രോക്ക് എന്നെന്തോ ആയിരുന്നു. യെസ്. ഇങ്ങോട്ട് പോയാൽ നമ്മളവിടെ എത്തി, വെർഡിയൻ ഫോറസ്റ്റിലെത്തി. നമ്മൾ വെർഡിയൻ ഫോറസ്റ്റ് എത്തി. അപ്പോൾ ഇവിടെ കുറേ ബാറ്റിലുണ്ട് എന്തെന്നാണ് ആ പയ്യൻ പറയണത്. ഓക്കെ, നമുക്ക് ഇതവിടെ ഒരു പോക്കി പോലെ ഇരിക്കണം. അതൊരു കാറ്റർപി ഒന്നും വേണ്ട നമുക്ക്. കാറ്റർപി ഒക്കെ പോക്കി ബോൾ എടുക്കാൻ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ പോക്കിമോൻ വരും. കാറ്റർപി ഒക്കെ വേണ്ട. പോക്കി ബോളിൽ എന്താണുള്ളത്? ഒരു പോഷൻ കിട്ടി ഗൈസ്. ഓക്കെ, പോഷൻ എന്തോന്ന് അറിഞ്ഞൂടെങ്കിൽ, പോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പോഷൻ എന്ന് പറഞ്ഞാലേക്ക് ഇപ്പോൾ നമ്മുടെ പോക്കിമോൻ്റെ HP കുറവാണെങ്കിൽ ഒരു പോഷൻ യൂസ് ചെയ്ത് നമ്മുടെ പോക്കിമോൻ്റെ HP റീസ്റ്റോർ ആകും. സോ നമ്മുടെ പോക്കിമോൻ്റെ ഹെൽത്ത് കൂടും. ആൻഡ് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ലോ HP ആണെങ്കിൽ ഓപ്പോണൻറ്റ് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പോക്കിമോൻ്റെ HP കുറഞ്ഞ് ഫെയിൻ്റായി നമ്മൾ ബാറ്റിൽ ലൂസാവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ പോഷൻ യൂസ് ചെയ്താൽ നമ്മുടെ പോക്കിമോൻ്റെ HP ഇനിയും കൂട്ടാൻ പറ്റും. നമുക്ക് ബാറ്റിൽ ഇനിയും ഫൈറ്റ് ചെയ്ത് നമുക്ക് ജയിക്കാനും ഒരു ചാൻസ് ഉണ്ടാകും. ഇനി കുറച്ച് ബാറ്റിലൊക്കെയാണ്, അപ്പം അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, അങ്ങനെ ഇവിടുത്തെ അത്ര ബാറ്റിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ പ്യൂട്ടർ സിറ്റിയിലോട്ട് പോകാം. ഒരു ആൻറ്റിഡോട്ട് കിട്ടി. ഇനി ഏത് വഴി? ഈ വഴി പോയി നോക്കാം. അവിടെ ആണെങ്കിൽ ചെടി. അപ്പോൾ ആ വഴി പോകുമ്പോൾ ഇനി ഒരു ബാറ്റിലുണ്ട് ഗൈസ്. ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാം. നമുക്ക് എന്തായാലും എല്ലാ ബാറ്റിലും എടുക്കണം, എന്നാലും നമ്മുടെ പോക്കിമോൻ്റെ ലെവല് കൂടത്തുള്ളൂ. പോക്കിമോൻ്റെ ലെവല് കൂടിയാൽ ആണ് നമുക്ക് നമ്മുടെ ഓപ്പോണൻറ്റും, അതായത് നമ്മുടെ ഓപ്പോണൻ്റായിട്ട് വരുന്ന എനിമീസിൻ്റെ ബാറ്റിലൊക്കെ നമുക്ക് ചെയ്ത് ജയിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ പോക്കിമോനെ നമുക്ക് തോപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പോക്കിമോൻ്റെ ലെവൽ പോക്കിമോൻ്റെ ലെവലിനെയും കാട്ടി കുറവാണെങ്കിൽ നമ്മൾ തോക്ക തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മൾ എല്ലാ ബാറ്റിലും എടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്ത് നമ്മുടെ പോക്കിമോൻ്റെ എക്സ്പീരിയൻസ് കൂട്ടി അതിൻ്റെ ലെവലും കൂട്ടി വരേണ്ടതാണ്. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ജിമ്മിലൊക്കെ ബാറ്റിൽ ചെയ്ത് നമുക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ എല്ലാ ബാറ്റിലും സ്കിപ്പ് ചെയ്യാതെ ബാറ്റിൽ ചെയ്യാൻ തന്നെ നോക്കണത്.
ഓക്കെ, നമ്മൾ ഫിഷിക്കർ അപ്പോൾ റിയൂമൺ ഞാൻ ഇത് ഫിഷിക്കറിന് ആദ്യം ഇടണമെന്ന് വെച്ചാൽ ഫിഷിക്കറിൻ്റെ ലെവൽ 2 ആണ് നിങ്ങൾ കാണുന്ന പോലെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പോക്കിമോൻ ഇട്ടിട്ട് അതിന് പിന്നെ സ്വാപ്പ് ചെയ്ത് നമ്മൾ സെക്കൻഡ് ഒരു പോക്കിമോൻ ഇട്ടാലും മറ്റേ ഓപ്പോണൻറ്റിൻ്റെ പോക്കിമോനെ നമ്മൾ തോപ്പിച്ചാൽ നമുക്ക് ഫസ്റ്റ് ഇട്ട നമ്മുടെ ആ പോക്കിമോന് എക്സ്പീരിയൻസ് കിട്ടും. കാരണം അത് ആ ബാറ്റിൽ പങ്കെടുക്കണമുണ്ടാണ് അങ്ങനെ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അത് പെട്ടെന്ന് ലെവലപ്പ് ആവുകയും ചെയ്യും. ഓക്കെ, ഇവിടെ ഒരാളുണ്ട്. ഇതും കൂടെ കഴിഞ്ഞാൽ തീർന്നെന്നാണ് തോന്നുന്നത്. 3 പോക്കിമോണ്ട്. മെറ്റപ്പോഡൊന്നും അത്ര വലിയ അറ്റാക്കൊന്നും തരത്തില്ല. മെറ്റപ്പോഡിന് ആകെപ്പാട് അറിയാൻ പറ്റുന്ന അറ്റാക്ക് എനിക്ക് തോന്നുന്നത് ഹാർഡൻ ആൻഡ് ഡിഫെൻസ് സംതിങ് അങ്ങനെ തരും മാത്രമാണ്. മറ്റേ ടാക്കിളൊന്നും ചെയ്യത്തില്ല. പക്ഷെ നമ്മൾ ടാക്കിൾ കൊടുത്താലും അതിനത്ര ഡാമേജ് കാണത്തില്ല. കാരണം നമ്മുടെ ഫുഷിക്കറുടെ ലെവൽ 3 ആണ്, അതിൻ്റെ ലെവൽ 7 ആണ്. സോ നമ്മൾ ലെവൽ കുറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണ അറ്റാക്കിന് അത്ര പവർ കാണത്തില്ല. ബട്ട് അത് നമുക്ക് ഒരു അറ്റാക്ക് ചെയ്താൽ നമ്മുടെ പോക്കിമോൻ്റെ ലെവൽ അത്രയും തീർന്നു പോവുകയും ചെയ്യും. അതായത് നമ്മൾ കണ്ട പോലെ തന്നെ നമ്മൾ ഫുഷിക്കർ ആദ്യം ഇട്ടത് കൊണ്ട് ഫുഷിക്കർ എക്സ്പീരിയൻസും കിട്ടി, അത് ബാറ്റിൽ പങ്കെടുത്തതുകൊണ്ട്. നമുക്കിനിയും ഫിഷിക്കർ തന്നെ ഇട്ട് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കൂട്ടി വരണം. എന്നാലും നമുക്ക് ആ നെക്സ്റ്റ് ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് ഹെൽപ്പ് ആകത്തുള്ളൂ. സോ ഗൈസ്, അങ്ങനെ ആ ബാറ്റിലും കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങോട്ട് അതാ ഒരു പോക്കിബോളിരിക്കണം. ഇതിലൊരു പോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് കാണിച്ചത്. നമ്മൾ ബാഗ് എടുത്തിട്ട് പോഷൻ യൂസ് കൊടുത്താൽ നമ്മളിപ്പോൾ ഫുഷിക്കറയുടെ ഇത് കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പോഷൻ യൂസ് ചെയ്തപ്പോൾ നമ്മുടെ ഫുഷിക്കറയുടെ HP കൂടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു പോഷൻ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ബാറ്റിലാണെങ്കിൽ നമുക്ക് പോഷൻ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. സോ നമ്മുടെ പോക്കിമോൻ്റെ HP ആണെങ്കിൽ കൂടി വരും. നമുക്ക് റൺ ചെയ്യാം. നമുക്ക് കൂടുതൽ ഫൈറ്റൊന്നും എടുക്കാൻ നിൽക്കണ്ട വൈൽഡ് പോക്കിമോനായിട്ട്. ഇതാ ഒരാളും കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇതോടെ ഈ ഒരു വെർഡിയൻ ഫോറസ്റ്റിലെ ഫൈറ്റ് അത്രയും തീർന്നു. ഒരു പോക്കിമോനേ ഉള്ളൂ. ഓക്കെ, ഫുഷിക്കറോ ഫൈറ്റ്. ഓക്കെ, നമ്മൾ ഫുഷിക്കറോ ഫൈറ്റ് ചെയ്യണ്ട. കാരണം എന്ന് വെച്ചാൽ ഫുഷിക്കറ വെച്ച് ഫൈറ്റ് ചെയ്താൽ വീട്ടിലാണെങ്കിൽ പോയ്സൺ സ്റ്റിങ് തരും. ഇതാ ഇപ്പോൾ തന്ന പോലെ അത് എന്നിട്ട് ഇങ്ങനെ പോയ്സൺഡ് ആവുകയും ചെയ്യും. സോ നമ്മുടെ പോക്കിമോന് നല്ല ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഫുഷിക്കറെ മാറ്റിയിട്ട് നമ്മൾ റിയോമനെ വെച്ച് തന്നെ കളിക്കണം. ഓക്കെ, 108 രൂപയും കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ വെർഡിയൻ ഫോറസ്റ്റ് കഴിഞ്ഞ് അപ്പം നമുക്കാണെങ്കിൽ ഇനി അടുത്ത് റൂട്ട് 2. നമ്മൾ വന്നപ്പോൾ റൂട്ട് 2 ആയിരുന്നു, ഇപ്പോൾ ഇറങ്ങിയപ്പോൾ റൂട്ട് 2. സോ ഗൈസ്, നമ്മളങ്ങനെ ലാസ്റ്റ് പ്യൂട്ടർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഒന്ന് ചെന്ന് ഹീൽ ചെയ്യണം. കാരണം നമ്മുടെ ചാർമാൻഡറിന് പോയ്സൺഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിഷിക്കറയ്ക്ക് അത്ര ലെവലില്ല. ഓക്കെ, താങ്ക് യു നേഴ്സ് ചോയ്. നമുക്ക് ഇനിയും കാണാം. നമ്പർ വാങ്ങാൻ മറന്നു നേഴ്സ് ചോയുടെ. സോ ഗൈസ്, അങ്ങനെ നമ്മളാണെങ്കിൽ പ്യൂട്ടർ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ജിമ്മാണ്. ഇതായിരിക്കണം ജിമ്മ്. എനിക്ക് തോന്നുന്നു ഈ ജിമ്മിൻ്റെ ലീഡർ ബ്രോക്കായിരിക്കും. പ്യൂട്ടർ സിറ്റി യെസ്, ബ്രോക്കാണ് ലീഡർ. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഇതിലും ബ്രോക്കാണ് പ്യൂട്ടർ സിറ്റിയിലെ ജിമ്മ്. ആഷിൻ്റെ ഫസ്റ്റ് പോക്കിമോൻ ബാറ്റിൽ നടന്ന ജിമ്മ്. ഡു യു വാണ്ട് റിമൂവ് പോക്കിമോൻ വൈസ് 1 ലിമിറ്റർ? Alright, let's happening. First Pokemon out in match left of the Pokemon by changing order of a advantage. അപ്പോൾ ഇതാണ് പറയണ, ഓപ്ഷൻസ് ആണ് പറയണത്. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ പോക്കിമോൻ മാസ്റ്റർ ആവാൻ പോണ ആളാണ്, നമുക്കെല്ലാം അറിയാം. വിന്നിങ് ട്രെയിനേഴ്സ് ടൊറുവാ, അവ ഇവിടെ വന്ന് ജയിച്ച് കൊള്ളം. ഓക്കെ, ഇവിടെ ഒരു ബാറ്റിലുണ്ട്. എന്തോന്ന്, ക്യാമ്പർ ലിയാംസിൻ്റെ ജിയോഡ്യൂഡ്. നമുക്ക് റിയോമനെ ഇടാം ജിയോഡ്യൂഡിന് ഫൈറ്റ് ചെയ്യാൻ. ജിയോഡ്യൂഡ് അത്ര വലിയ ഇതൊന്നും യൂസ് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു. ജിയോഡ്യൂഡ് എപ്പോഴും യൂസ് ചെയ്യണത് ഡിഫെൻസുകളും പിന്നെ ടാക്കിളും ആണെന്നാണ് എൻ്റെ ഒരു ഇതിൽ. സോ നമുക്ക് ഈ ഒരു ഇത് ഈസിയായിട്ട് ജയിക്കാം എന്നാണ് തോന്നുന്നത്. എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, നമുക്ക് കളിച്ച് നോക്കാം. നമുക്ക് എംബർ ഇട്ട് തന്നെ കൊടുത്തോണ്ടിരിക്കാം. എംബർ ഇട്ടിട്ട് അത്ര എഫക്റ്റീവ് അല്ല. സോ ഗ്രൗണ്ട് ടൈപ്പിൻ്റെ അടുത്ത് ഫയർ ടൈപ്പ് എഫക്റ്റീവ് ആണല്ലോ. എനിക്ക് തോന്നുന്നു എംബർ എഫക്റ്റീവ് ആയിരിക്കില്ല. ചിലപ്പോൾ ഫ്ലെയിം ത്രോവർ എന്ന് പറയുന്ന ആ അറ്റാക്ക് ഉണ്ടെങ്കിൽ എഫക്റ്റീവ് ആകുമായിരിക്കും. ഓക്കെ, ഫിഷിക്കർ 90 ഫിഷിക്കർ ലെവൽ 8 ഓക്കെ, നമ്മൾ റിയോമൻ ലെവൽ 12 ആയിട്ടുണ്ട്. സാൻസ്രു വേണ്ട, സാൻസ്രു ഒക്കെ പോകും. സാൻസ്രു ആയിട്ട് നല്ല എഫക്റ്റീവ് എംബർ യൂസ് ചെയ്തു. കണ്ട, ഞാൻ പറഞ്ഞല്ല, നല്ല എഫക്റ്റീവാണ്. ജിയോഡ്യൂഡിനെ കാട്ടി എഫക്റ്റീവാണ് ഗ്രൗണ്ട് ടൈപ്പ് ആയ സാൻസ്രുവിൻ്റെ അടുത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പം. ഇനി ഒരു അറ്റാക്കും കൂടെ മതി, സാൻസ്രു വീഴും. യെസ്, ഓക്കെ, നമ്മളാണെങ്കിൽ ക്യാമ്പർ ലിയാമിനെ തോപ്പിച്ചിട്ടുണ്ട്. അവനൊക്കെ ചുണ്ണി സാധനം. നോക്കാം, നമുക്ക് എൻ്റെ ബായിനെ വേണം. എവിടെ
ഇതായിരിക്കണം ബ്രോക്ക്. സോ യു ആർ ഹിയർ, ഐ ആം ബ്രോക്ക്, മൈ വീക്ക് റോക്ക് ഹാർഡ് എന്നിട്ടിട്ടിട്ട്. നിങ്ങൾ കഥ പറയാതെ ഫൈറ്റ് ചെയ്യ്. കഥ പറയണം. എനിക്ക് നിങ്ങളുടെ കഥ കേൾക്കണ്ട, ഫൈറ്റ് ചെയ്യ്. എനിക്ക് ആ ബാഡ്ജ് കാണാം. 2 പോക്കിമോനേ ഉള്ളു ബ്രോക്കിന്. ഇവൻ്റെ കയ്യിലും ജിയോഡിയോടെങ്കിൽ നമുക്ക് റിയോമൻ തന്നെ വേണം. ഈസി ഇതൊക്കെ ഇപ്പം ജയിക്കും. കണ്ട ടാക്കിളിന് നല്ല ഇതുണ്ട്, എഫക്റ്റ്. ഇനി അവൻ ഡിഫൻസ് കേളെ ഉപയോഗിക്കത്തുള്ളൂ, അപ്പോൾ നമുക്കിത് ജയിക്കാമെന്നേ ഉള്ളൂ. എംബർ അത്ര എഫക്റ്റീവ് അല്ല. അടുത്തതിൽ ഫുള്ള് പോയില്ല. ടാക്കിൾ നോക്ക്, ഞാൻ കൊടുക്കണ എംബറിന് കുറച്ച് പോണ്. ടാക്കിൾ വരുമ്പം എൻ്റെ HP പോകാൻ നോക്ക് റിയോമൻ്റെ. ഓക്കെ, ഫുഷിഗുറോ ഗസ്റ്റ് മൂവ് ലേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിയോമൻ മെറ്റൽ ക്ലോയിൻ ലേൺ ചെയ്തിട്ടുണ്ട്. നോ. ഓക്കെ, ഒണിക്സ് ലെവൽ 14. റിയോമൻ ലെവൽ തൊട്ട് ഇത് കുറച്ച് പാടായിരിക്കും. മെറ്റൽ ക്ലോ ഇട്ട് നോക്കാം. സൂപ്പർ എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പോയുള്ളൂ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്. റിയോമൻ പോയി. ഫുഷിഗുറോ ഗസ്റ്റ് ഇട്. നീ ഗസ്റ്റ് ഇട്ടാ പോവോ? റോക്ക് ടൂമ്പ്. സോ ഗൈസ്, നമ്മൾ ബ്രോക്കിൻ്റെ അടുത്ത് തോറ്റിരിക്കുകയാണ്. വലിയ വീരവാദമൊക്കെ അടിച്ച്. അവൻ്റെ പോക്കിമോൻ ഇത്ര പവർഫുള്ളെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ച് റിയോമനെ വെച്ച് തോപ്പിക്കാമെന്ന്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് പോക്കിമോൻ സെൻറ്ററിൽ. നമ്മളൊന്ന് ഹീൽ ചെയ്തിട്ട് ഇനി എന്തോ ചെയ്യണമെന്നൊക്കെ ആലോചിക്കണം. ഓക്കെ, ബൈ നേഴ്സ് ചോയ്. എനിക്ക് സംസാരിക്കുള്ളതില്ല. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളാണെങ്കിൽ വെറിഡിയൻ സിറ്റിയിൽ നിന്ന് ബ്യൂട്ടർ സിറ്റിയിൽ വന്നിട്ടുണ്ട്. ആൻഡ് നമ്മൾ ബ്രോക്കിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് ബ്രോക്ക് നമ്മളെ തോപ്പിച്ച്. സോ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.